സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം. എപ്പിസോഡ് 38. ശ്രീദേവിയും നീം കരോളി ബാബയും. വീട്ടിൽ മടങ്ങിയെത്തി 8 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. ഈ പ്രാവശ്യം എൻ്റെ യാത്ര ഡൽഹിയിലേക്കായിരുന്നു. ഡൽഹിയിൽ എൻ്റെ നല്ല സുഹൃത്തായ ബാലചന്ദ്രൻ നായരോടൊപ്പം പണിയെടുത്തു. മുമ്പൊരിക്കൽ ട്രെയിനിൽ വെച്ചായിരുന്നു ബാലചന്ദ്രൻ നായരെ ഞാൻ പരിചയപ്പെട്ടത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. അദ്ദേഹത്തിന് എന്നേക്കാൾ പ്രായം കൂടുതലുണ്ടായിരുന്നു. അയാൾ ഡൽഹിയിൽ ആക്സൻ എന്ന പേരിൽ ഒരു ആധ്യാത്മിക സാംസ്കാരിക മാസിക നടത്തുകയായിരുന്നു. ഞാനും ആ മാസികയിൽ പണിയെടുത്തു. എഡിറ്റിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ബാലചന്ദ്രൻ നായരിൽ നിന്നായിരുന്നു. ഞാൻ മാസികയ്ക്ക് വേണ്ടി പല വിശദീകരണ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഞാൻ ബാലചന്ദ്രൻ നായരെ ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. കേരളത്തിലെ തീരദേശ പ്രദേശമായ കാനങ്ങാടിയിലാണ് അയാൾ ഇപ്പോൾ താമസിക്കുന്നത്. അയാൾ ആധ്യാത്മിക വിഷയങ്ങളെ ആധാരമാക്കി ശ്രീകാന്ത് എന്ന തൂലിക നാമത്തിൽ നല്ല പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. കുറച്ചു ദിവസം ഡൽഹിയിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹിമാലയത്തിലേക്ക് തിരിച്ചു. ഇത്തവണ യാത്ര ചെയ്തത് മറ്റൊരു ദിശയിലൂടെയായിരുന്നു. ഹൽദ്വാനിയിലൂടെ യാത്ര ചെയ്ത് ഹീരാകുണ്ട് ബാബയുടെ ഗുഹ സന്ദർശിക്കുകയുണ്ടായി. വളരെ മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹം ഗുരു ബാബയുടെ ശിഷ്യനായ ഒരു വലിയ സിദ്ധനായിരുന്നു. അവിടെ നിന്നും റാണിഖേത്തിലേക്കും ദ്വാരഹാട്ടിലേക്കും അവിടെ നിന്നും കുകൂർ ചീനയിലേക്കും പോയി. ഗുരു ബാബയുടെ ശിഷ്യനും മഹായോഗിയുമായ ശ്യാംചരൺ ലാഹിരിയുടെ ഗുഹയിലേക്ക് പോകുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. പാണ്ഡവർ വനവാസകാലത്ത് താമസിച്ചിരുന്നു എന്ന് തദ്ദേശവാസികൾ വിശ്വസിക്കുന്ന പാണ്ഡുഗലിയിലൂടെയായിരുന്നു യാത്ര. പാറക്കുന്നിൽ നിന്നും കൈയും കാലും അള്ളിപ്പിടിച്ച് താഴോട്ടിറങ്ങി ഗുഹയിലെത്തി. ഗുഹയിൽ ആരും താമസിച്ചിരുന്നില്ല. ഗുഹയിൽ ശാന്തിയും പവിത്രതയും കളിയാടിയിരുന്നു. ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് ക്രിയായോഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബോധത്തിൻ്റെ സവിശേഷമായ ഒരു തലത്തിൽ എത്തുകയുണ്ടായി. എൻ്റെ ഹൃദയചക്രത്തിൽ ശ്രീ ഗുരു ബാബയുടെ വ്യക്തമായ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. സമാധിയിൽ നിന്നും ഉണർന്ന ഞാൻ കുഴയ്ക്കുന്ന വഴികളുള്ള തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത് ഗുഹയുടെ വലതുഭാഗത്തുള്ള പ്രവേശനദ്വാരത്തിൽ എത്താമെന്ന് പ്രതീക്ഷിച്ചു. ബാബാജിയുടെ അസാന്നിധ്യം മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം എന്നെ കാണുമെന്നുള്ള പ്രബലമായ വിശ്വാസം മനസ്സിൽ കിടന്നിരുന്നു. ഞാൻ തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു. അകത്ത് വെളിച്ചമില്ലായിരുന്നുവെങ്കിലും തുരങ്കത്തിൻ്റെ ഇരുവശത്തും സ്പർശിച്ചുകൊണ്ട് വഴി മനസ്സിലാക്കി മുമ്പോട്ട് പോയി. ഹിമാലയൻ കരടികളുടെയും പാമ്പുകളുടെയും സാന്നിധ്യത്തെ ഓർത്ത് ഗുഹയുടെ പ്രവേശനദ്വാരത്തിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചു. അന്നേരം ഒരറ്റത്ത് മങ്ങിക്കത്തുന്ന പ്രകാശം കണ്ടപ്പോൾ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ചു. പ്രകാശം അധികരിക്കാൻ തുടങ്ങി. അപ്പോൾ തുരങ്കം അവസാനിക്കുന്നിടത്ത് മറ്റൊരു വലിയ ഗുഹ ഉള്ളതായി മനസ്സിലാക്കി. പ്രസ്തുത ഗുഹയുടെ പ്രവേശനദ്വാരം കിഴക്കുവശത്തായിരുന്നു. ധൂനി കത്തിജ്വലിക്കുകയായിരുന്നു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ബാബാജി പത്മാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം നിവർന്ന് അഗ്നിയിൽ നോക്കിയിരിക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ നേർക്ക് നോക്കിയില്ല. ഇത്രമാത്രം പറഞ്ഞു, "മധുജി വരൂ, കണ്ടിട്ട് കുറേ നാളായല്ലോ." ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചു. ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു. പതിവ് പോലെ കഴിക്കാൻ ചപ്പാത്തിയും ദാലും ഇലക്കറിയും തന്നു. അദ്ദേഹം എന്നോട് ധ്യാനത്തിന് ശേഷം ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറയുകയുണ്ടായി, പഞ്ച്കൂലി എന്ന് പറയുന്ന ഈ സ്ഥലം അനേകം മഹാന്മാരായ യോഗികളുടെയും സിദ്ധന്മാരുടെയും അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലമാണ്.
ഈ കുന്നിൻ പല സ്ഥലത്തും അവരുടെ ശവകുടീരങ്ങൾ കാണാൻ കഴിയും. ഒരു കാലത്ത് ഈ സ്ഥലം എനിക്കും ശ്രീ ഗുരുവിനും വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. അടുത്ത കാലത്തായി ഞങ്ങൾ ഇവിടെ കൂടെ വരാറില്ല. ഞാൻ ഉറങ്ങാനുള്ള വട്ടം കൂട്ടി ബാബാജിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരുന്നു. അന്നേരം ഗുഹയ്ക്കുള്ളിലേക്ക് ഹൃദ്യമായ സുഗന്ധം വ്യാപിക്കുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ എഴുന്നേറ്റിരുന്നില്ല. എങ്കിലും നിദ്രയുടെ ആലസ്യത്തെ അകറ്റി ഉണർവോടെ കിടന്നു. തൂവെള്ള വസ്ത്രം ധരിച്ച നല്ല തിളക്കമാർന്ന ഒരു മനുഷ്യരൂപം ഗുഹയ്ക്കുള്ളിലേക്ക് ഒഴുകി വരുന്നതായി കണ്ടു. ആ രൂപം ധോനിയുടെ മുന്നിൽ ഇറങ്ങി നിന്നപ്പോഴാണ് അത് ഒരു സ്ത്രീയുടെ രൂപമാണെന്ന് മനസ്സിലായത്. അത്യന്തം രൂപവതിയായ അവരുടെ തലമുടി നീണ്ടു കറുത്തതായിരുന്നു. ബാബാജി എണീറ്റ് അവരെ നമസ്കരിച്ചു. ഞാനും ഉറക്കച്ചട്ടോടെ എണീറ്റ് അവരെ നമസ്കരിച്ചു. വളരെ കാലം മുമ്പ് തന്നെ നമുക്ക് പരിചയമുള്ള യുവാവാണല്ലോ എന്ന് മധുരസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് എന്നോട് അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്തേക്ക് നീങ്ങി. അവർ വിരലുകൾ കൊണ്ട് എൻ്റെ തലയിൽ തലോടി. സ്നേഹപൂർവ്വം എൻ്റെ കവിളിൽ തട്ടി. എന്നിട്ട് അവർ എന്നെ മാറോട് ചേർത്ത് പിടിച്ചു. അവരിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന അലൗകികമായ പരിമളം എൻ്റെ ആത്മാവിനെ തഴുകുകയും അത് ശരീരത്തിലെ ഓരോ കോശത്തിലും വ്യാപിക്കുകയും ചെയ്തു. മാതാവിൽ നിന്നും അകറ്റപ്പെട്ട കുഞ്ഞിൻ്റെ മാതാവുമായുള്ള പുനഃസമാഗമം പോലെ ആയിരുന്നു എനിക്കുണ്ടായ അനുഭവം. അവർ മധുരസ്വരത്തിൽ ബാബാജിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് ശ്രീ ഗുരു ബാബ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഈ യുവാവിനെ കണ്ടിട്ടു പോകാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ പോകേണ്ടിയിരിക്കുന്നു. ഒഴുകി അവിടെ വന്നു ചേർന്നതുപോലെ അവർ അവിടെ നിന്നും ഒഴുകിപ്പോയി. ബാബാജി പറഞ്ഞു, ഏതായാലും ഇവിടെ ഇപ്പോൾ അപൂർവമായത് നടന്നിരിക്കുന്നു. അതാണ് ശ്രീദേവി. ഉയർന്ന അധ്യാത്മതലത്തിൽ കഴിയുന്ന ഈ മഹതി ഗുരു ബാബയുടെ സഹോദരിയാണ്. അവർ ആരുടെ മുമ്പിലും പ്രകടമാകാതെ ജീവിക്കുന്നവരാണ്. നീ ഏതായാലും ഭാഗ്യവാനാണ്. ഞാൻ പറഞ്ഞു, ബാബാജി, എല്ലാം അങ്ങയുടെ അനുഗ്രഹം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. അസാധാരണമായ സംഭവത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. ഞാൻ മടങ്ങി വീട്ടിൽ എത്തിയ ശേഷം ഇപ്പോൾ നടന്നു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന ചിന്ത ഒരു നിമിഷം മനസ്സിലൂടെ കടന്നുപോയി. അടുത്ത ദിവസം ഞങ്ങൾ ഗുഹയിൽ നിന്നും പുറപ്പെട്ടു. ഞങ്ങൾ ദ്വാർഹാട്ടിലെത്തി. തമ്മിൽ പിരിയുന്നതിന് മുമ്പ് ബാബാജി എനിക്ക് തന്ന ചില നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു. ആദ്യം ഞാൻ പോകേണ്ടത് പിത്തോർഗഡ് ജില്ലയിൽ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച മായാവതി അദ്വൈതാശ്രമത്തിലേക്കായിരിക്കണം. അതിനുശേഷം മിഹിർതോലായിലെ ഉത്തര ബൃന്ദാവൻ ആശ്രമത്തിൽ ചെന്ന് ആശ്രമത്തിലെ തലവനായ ശ്രീ മാധവ് ആശീഷിനെ കാണണം. റാണിഖേത്തിനും അൽമോറയ്ക്കും ഇടയ്ക്കുള്ള കായൻജിയിൽ പോയി അവധൂത് മഹാരാജ് നീം കരോളി ബാബയെ സന്ദർശിക്കണം. എന്നിട്ട് കൽക്കത്തയിലെ ബേലൂർ മഠത്തിൽ പോകുന്നതിന് മുമ്പ് ബനാറസിൽ പോയി രാമകൃഷ്ണ സേവാശ്രമത്തിൽ തങ്ങണം. ഞാൻ ദ്വാർഹാട്ടിൽ നിന്നും ബസ്സിൽ ലോഹഘാട്ടിലെത്തി. അവിടെ നിന്നും മായാവതിയിലേക്ക് പോകുന്ന വാടക ജീപ്പിൽ എനിക്ക് ഇടം കിട്ടി. ഞാൻ മായാവതി ആശ്രമത്തിലെ തലവനെ സന്ദർശിച്ചു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരോർക്കുന്നില്ല. അദ്ദേഹം പ്രബുദ്ധ ഭാരത് എന്ന മാസികയുടെ പ്രസ്ഥാപകരും ആയിരുന്നു. നേരത്തെ അനുമതി വാങ്ങിയില്ലെങ്കിൽ ആരെയും ആശ്രമത്തിൽ തങ്ങാൻ അനുവദിക്കാറില്ലെന്നും എൻ്റെ കാര്യത്തിൽ വിശേഷമായ പരിഗണനയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് 2 ദിവസം ആശ്രമത്തിൽ തങ്ങാനുള്ള അനുവാദം തന്നു. ഹിമാലയത്തിൽ ഞാൻ തങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ആശ്രമമായിരുന്നു അത്. അദ്വൈതാശ്രമം സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചത് വേദാന്തത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും
വിഗ്രഹാരാധനയിൽ താല്പര്യമില്ലാത്തവർക്കും വേണ്ടിയായിരുന്നു. അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മൂർത്തി പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവാലയമൊന്നും ഇല്ലായിരുന്നു. അതിനാൽ അവിടെ ദിവസവും പൂജയില്ലായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ താമസിച്ചിരുന്ന മുറി കണ്ടിട്ട് ഞാൻ ആവേശം കൊണ്ടു. മായാവതിയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് എനിക്ക് സ്വാമി ദേവാത്മാനന്ദനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇറാഖി ഡോക്ടറായ അദ്ദേഹം രാമകൃഷ്ണ മിഷനിലെ സന്യാസം സ്വീകരിച്ചു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞാൻ ബനാറസിലേക്ക് പോകുകയാണെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം രാമകൃഷ്ണ സേവാശ്രമത്തിലെ അധ്യക്ഷൻ്റെ പേർക്ക് ഒരു കത്ത് തന്നു. താനും ഏതാനും ദിവസത്തിനുള്ളിൽ അവിടെ എത്തുമെന്ന് പറയുകയും ചെയ്തു. ഞാൻ മായാവതിയിൽ നിന്നും മിഹർത്തോലയിലേക്ക് തിരിച്ചു. അവിടെ ശ്രീകൃഷ്ണപ്രേമിൻ്റെ ഉത്തര വൃന്ദാവൻ ആശ്രമം സന്ദർശിച്ചു. കൃഷ്ണപ്രേം അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ ഗോപാൽദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗോപാൽദാസ് 1965 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും പിന്തുടർച്ചക്കാരനുമായ ശ്രീ മാധവ് ആശിഷിനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അൽമോറയിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ് മിഹിർത്തോലയിലെ ആശ്രമം. ആശ്രമത്തിൽ മനോഹരമായ ഒരു ചെറിയ കൃഷ്ണക്ഷേത്രമുണ്ട്. ബംഗാളിലെ പുണ്യവതിയായ യശോദാമായി എന്നാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അവർ കൽക്കത്ത ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചക്രവർത്തികളുടെ മകളായിരുന്നു. കുമാരി പൂജയിൽ ദിവ്യമാതാവിൻ്റെ പ്രതിരൂപമായി സ്വാമി വിവേകാനന്ദനാൽ തന്നെ ആരാധിക്കപ്പെട്ടവൾ എന്ന ബഹുമതിയും 7ാമത്തെ വയസ്സിൽ തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. ജസ്റ്റിസ് ചക്രവർത്തി തിയോസോഫിക്കൽ സൊസൈറ്റിയിലെ ആനി ബസ്റ്റിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഒരു തിയോസോഫിസ്റ്റ് ആയിരുന്നതിനാൽ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്ത യോഗികൾ ഹിമാലയത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. എന്നിരുന്നാലും യശോദാമായി ഒരു യാഥാസ്ഥിതിക വൈഷ്ണവ സാധകയായിരുന്നു. അവർക്ക് കൃഷ്ണൻ തന്നെയായിരുന്നു സർവസ്വവും. ലൗകിക ജീവിതം വെടിയുന്നതിനു മുമ്പ് കൃഷ്ണപ്രേമിൻ്റെ പേര് പ്രൊഫസർ റൊണാൾഡ് നിക്സൺ എന്നായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദധാരിയും സമർത്ഥനുമായ അദ്ദേഹം ലക്നോ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് സാഹിത്യാധ്യാപകനായിരുന്നു. സംസ്കൃത ഭാഷയിലും പാലി ഭാഷയിലും അദ്ദേഹം അഗാധമായ അവഗാഹം നേടിയിരുന്നു. അദ്ദേഹം ഹിന്ദിയും ബംഗാളിയും അനർഗളമായി സംസാരിച്ചിരുന്നു. ഈ വസ്തുക്കളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ശ്രീ മാധവ് ആശിഷിൽ നിന്നും ആയിരുന്നു. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നുവല്ലോ. ഒരു ഏകാന്തമായ സ്ഥലത്തായിരുന്നു ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. അതിനു ചുറ്റും ദേവദാരു വൃക്ഷങ്ങളുള്ള പർവ്വതങ്ങളും താഴ്വരകളുമായിരുന്നു. ആശ്രമ കവാടത്തിനുള്ളിൽ കടന്നയുടനെ ഒരു ദിവ്യോദ്യാനത്തിൽ ആണെന്ന പ്രതീതിയുണ്ടായി. ചുറ്റും മനോഹരമായ പൂക്കളും പച്ചപ്പും കാണാമായിരുന്നു. എല്ലാത്തിനും ഉപരി എങ്ങും ശാന്തി കളിയാടിയിരുന്നു. ഹരിത ഭംഗിയുടെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൻ്റെ ഹരിത വർണ്ണത്തിലുള്ള താഴികക്കുടം എന്നെ ഹഠാതാകർഷിക്കുകയുണ്ടായി. ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ട് ദേവാലയത്തിലെ പടികൾ കയറി ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു. അത് പരമ്പരാഗതമായ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രമായിരുന്നു. അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് രാധയെയും കൃഷ്ണനെയുമായിരുന്നു. എല്ലാ അനുഷ്ഠാനങ്ങളും വൈഷ്ണവ ശൈലിയിലായിരുന്നു നടത്തിയിരുന്നത്. എല്ലാ ചടങ്ങുകളും കൃത്യസമയത്ത് നടത്തിയിരുന്നു. ദീപാരാധന സമയത്ത് ചേങ്ങലകളുടെയും മണിനാദങ്ങളുടെയും മുഴക്കം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഉച്ചയ്ക്ക് നിവേദ്യ സമയത്ത് ശംഖുലിയാണ് മുഴങ്ങിയിരുന്നത്. ഗൗഡ വൈഷ്ണവ പാരമ്പര്യമനുസരിച്ച് ആശ്രമത്തിലെ എല്ലാ പരിപാടികളും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള രാസബിഹാരി കൃഷ്ണനും രാധയ്ക്കും ജീവൻ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ അവരെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ചടങ്ങുകളും നടത്തിയിരുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന സമയമായിരുന്നു.
ഞാൻ ദേവാലയത്തിനുള്ളിൽ നിൽക്കുകയായിരുന്നു. ഒരു പാശ്ചാത്യൻ വൈഷ്ണവ ശൈലിയിലുള്ള വേഷം ധരിച്ച് നെറ്റിയിൽ വൈഷ്ണവ രീതിയിൽ തിലകക്കുറികൾ ചാർത്തി ശിരസിൽ കുടുമയും ആയിട്ട് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം എന്നെ ഒന്ന് നോക്കുക മാത്രം ചെയ്തിട്ട് ശ്രീകോവിലേക്ക് കടന്നു. നല്ല ഉയരമുണ്ടായിരുന്ന ഈ പാശ്ചാത്യൻ വളരെ വിദഗ്ധമായിട്ടാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തത്. ഒരു പിഴവും സംഭവിച്ചില്ല. ഞാൻ ഉൾപ്പെടെ 2-3 പേരെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പൂജ കഴിഞ്ഞ് അദ്ദേഹം ശ്രീകോവിലിൽ നിന്നും ഇറങ്ങി നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം തൊട്ടു തൊഴുതു. അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ മാധവ് ആശിഷാണ്. യശോദാമായയെയും ശ്രീകൃഷ്ണ പ്രേമിൻ്റെയും എളിയ ശിഷ്യനാണ്. ഇപ്പോൾ വന്നതേയുള്ളോ? ഞാൻ പറഞ്ഞു, അതെ മഹാരാജ്, ഞാൻ ഹിമാലയത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. എൻ്റെ ഗുരു എന്നോട് ഈ ആശ്രമം സന്ദർശിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു ദിവസം ഈ ആശ്രമത്തിൽ തങ്ങാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ കഴിയാം. നിങ്ങൾക്ക് തങ്ങാനുള്ള മുറി ഞാൻ കാണിച്ചു തരാം. ഭാഗ്യത്തിന് ഇപ്പോൾ അതിഥികൾ കുറവാണ്. പിന്നീട് രാത്രിയിൽ നല്ല രുചിയുള്ള സസ്യഭക്ഷണത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ഭവനത്തിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം തന്നെ സംസാരത്തിന് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് പുകവലിക്കുന്ന ദുശീലമുണ്ട്. അദ്ദേഹം പുകകുഴലിൽ പുകയില നിറച്ച് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആചാരക്രമങ്ങളെല്ലാം വൈഷ്ണവ രീതിയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാബയുടെ നിർദ്ദേശങ്ങൾ പിന്തുടരാം. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓരോരുത്തർക്കും അവരുടേതായ മാർഗമാണ് നല്ലത്. ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ അത്ഭുതകരമായ എന്തോ ഒന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ബാബാജി നിങ്ങൾക്ക് എന്തെങ്കിലും വൈഷ്ണവ മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട്. തോകരക്രിയ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചൊല്ലേണ്ട മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞു, ഹരി ഹരി, ജയ് ശ്രീകൃഷ്ണ. ഹിമാലയത്തിൽ മഹാഗുരുക്കന്മാർ ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഞങ്ങളുമായി നിങ്ങൾക്ക് ഏതോ ബന്ധമുണ്ട്. എന്നാൽ പരിചയപ്പെടാൻ വൈകിപ്പോയി. എപ്പോഴെങ്കിലും ഇവിടെ വീണ്ടും വരിക. അനേകം വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിലെ ഡോക്ടർ കരൺ സിംഗിൽ നിന്നും ആശിഷ് ദാസ് എന്ന അദ്ദേഹം വിളിച്ചിരുന്ന ശ്രീ മാധവ് ആശിഷ് ക്യാൻസർ രോഗം ബാധിച്ച് അന്തരിച്ചുവെന്ന് അറിഞ്ഞു. ക്യാൻസർ രോഗം ആ പുണ്യ ആത്മാവിനെയും വെറുതെ വിട്ടില്ല. ഗോപാൽദ രചിച്ച യോഗ ഓഫ് ദി ഭഗവത്ഗീത, യോഗ ഓഫ് ദി കഠോപനിഷത്ത് എന്നീ 2 പുസ്തകങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. ആധ്യാത്മികാന്വേഷകരായ സാധകർക്ക് ഈ 2 പുസ്തകങ്ങളും വളരെയധികം പ്രയോജനം ചെയ്യുന്നവയാണ്. അടുത്ത ദിവസം ഞാൻ ശ്രീ മാധവ് ആശിഷിനോട് വിട പറഞ്ഞ് കായാംജിയിലേക്കാണ് പുറപ്പെട്ടത്. നീം കരോലി ബാബയെ ദർശിക്കാൻ വേണ്ടിയാണ് കായാംജിയിലേക്ക് പുറപ്പെട്ടത്. ഭാഗ്യം എനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ കായാംജിയിൽ എത്തിയപ്പോൾ നീം കരോലി ബാബ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിട്ടുണ്ട് എന്നും ഏതാനും ദിവസം അവിടെ ഉണ്ടായിരിക്കുമെന്നും വിവരം കിട്ടി. നീം കരോളി ബാബ തങ്ങാറുണ്ടായിരുന്ന എല്ലാ ആശ്രമങ്ങളിലും ഹനുമാന്റെ ഒരു വലിയ പ്രതിഭ സ്ഥാപിച്ചിരുന്നു. വായു ഭഗവാന്റെ പുത്രനും ഊർജ്ജസ്വലനുമായ ഹനുമാനെ അയോധ്യയിലെ രാജാവായ രാമന് ഇഷ്ടമായിരുന്നു. ഹനുമാന്റെ പ്രതിഷ്ഠയ്ക്ക് സമീപത്ത് ഒരു ദേവീ ക്ഷേത്രവും ഉണ്ടായിരുന്നു. ബാബയെ ദർശിക്കാൻ സന്ദർശകർ എത്തിയിരുന്നു. അദ്ദേഹം ഒരു ഉയർന്ന തിട്ടയിൽ ഇരിക്കുകയായിരുന്നു. 100-ൽ പരം ആളുകൾ മുമ്പിൽ വരിവരിയായി നിരന്നിരിപ്പുണ്ട്. മുമ്പിലുള്ള ഏതാനും വരികളിൽ പാശ്ചാത്യരാണ് ഇരുന്നിരുന്നത്. ബാബയെ കാണുമ്പോൾ ഒരു ഭ്രാന്തന്റെ രൂപമാണ് മനസ്സിൽ തോന്നുക. വളരെയധികം തടിച്ചു കൊഴുത്ത ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നരച്ച തലമുടി ക്രോപ്പ് ചെയ്തിരിക്കുന്നു. കീഴോട്ട് ഞാണുകിടക്കുന്ന നരച്ച മീശ അദ്ദേഹത്തിൻ്റെ കൊഴുത്ത വട്ടമുഖത്തിൽ ഒരു അലങ്കാരമായിരുന്നു. വസ്ത്രം കൊണ്ട് മാറ് മറച്ചിരുന്നില്ല. വീർത്ത വയറിനു ചുറ്റും കറുപ്പും വെളുപ്പും ചുവപ്പും
കുറുക്കുവരകൾ കൊണ്ട് ചതുരക്കള്ളികളായി തിരിച്ചിട്ടുള്ള കമ്പിളി വസ്ത്രമാണ് ചുറ്റിയിരുന്നത്. ഏത് കാലാവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ വേഷം ഇതായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ചടലുമായ അംഗവിക്ഷേപങ്ങളോടെ ഉറക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ കൊഴുത്ത ശരീരത്തെ ഇടത്തോട്ടും വലത്തോട്ടും ചായ്ച്ചുകൊണ്ട് സ്വയം ആനന്ദിച്ചിരുന്നു. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം ഏതാനും മുറിഞ്ഞ വാക്യങ്ങളിലൂടെ നൽകിയിരുന്നു. ഉത്തരം നൽകുന്നതിനിടയിൽ റാം റാം എന്ന് ഉറക്കെ ജപിക്കുന്നുമുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച സമയത്ത് അദ്ദേഹം അയാളുടെ മുതുകത്ത് ഇടിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈശ്വരനെ എവിടെയാണ് അന്വേഷിക്കുന്നത്? ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, എപ്പോഴും റാം റാം എന്ന് ജപിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു, വെരി ഗുഡ്, റാം റാം. ഈ രംഗമൊക്കെ ഞാൻ ദൂരെ നിന്ന് കൊണ്ട് കാണുകയായിരുന്നു. അന്നേരം കയറി വന്ന ഒരു പ്രാധാന്യവുമില്ലാത്ത എന്നെ പോലെ ഒരാളെ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് ഞാൻ തീരെ കരുതിയിരുന്നില്ല. എൻ്റെ ധാരണ തെറ്റായിപ്പോയി. അദ്ദേഹത്തിൻ്റെ നോട്ടം എന്നിൽ പതിച്ചു. അദ്ദേഹം കഴുതു നീട്ടി എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ബാബാജി ക ബച്ചാ, ബാബാജിയുടെ കുഞ്ഞ്. അദ്ദേഹം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വരൂ വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. എൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകൂ, അദ്ദേഹം നിങ്ങളെ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മുകളിലോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ പടികൾ കയറി അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും സുഗന്ധം പുറപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം എന്നെ പിടിച്ച് മുമ്പിലോട്ട് വലിച്ചു. ഞാൻ മറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മടിയിൽ വീണു. അത്ഭുതകരമെന്നേ പറയേണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൊള്ളാം കൊള്ളാം. എന്നിട്ട് കമ്പിളിയുടെ മടുക്കുകളിൽ നിന്ന് ഒരു അഴുകിയ ആപ്പിൾ തന്നിട്ട് തിന്നാൻ പറഞ്ഞു. ചീത്തയായ ആപ്പിൾ ആയതിനാൽ അത് തിന്നാൻ വേണ്ടിയുള്ളതാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് അത് തിന്നാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഗത്യന്തരമില്ലാതെ അത് തിന്നു. ഞാൻ പെട്ടെന്ന് അത് തിന്നു തീർത്തു. അത്ഭുതമെന്ന് പറയട്ടെ, അതിന് ദുസ്വാദൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാബാജിയെ എൻ്റെ അഭിവാദനങ്ങൾ അറിയിക്കൂ. ഇനി നിങ്ങൾക്ക് പോകാം. എന്നെ അദ്ദേഹം മടിയിൽ നിന്നും തള്ളിമാറ്റി. എന്നിട്ട് എൻ്റെ ചന്തിയിൽ ഇടിച്ചു. ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് നേരത്തെ ഇരുന്ന സ്ഥലത്ത് പോയി. ആ രാത്രി ഞാൻ ആശ്രമത്തിൽ തങ്ങി. ആരോ തങ്ങാനുള്ള ഇടവും ഭക്ഷണവും തന്നു. അന്ന് രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. മുഴുവൻ സമയവും ധ്യാനത്തിൽ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ ദൂരെ നിന്ന് വന്ദിച്ചതിന് ശേഷം ആശ്രമത്തിൽ നിന്നും യാത്രയായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭക്ഷണത്തിന് മുമ്പ് നീം കരോളി ബാബയെക്കുറിച്ച് അത്ഭുതകരമായ പല കഥകളും കേൾക്കാനിടയായി. എന്നെ ഏറ്റവും സ്വാധീനിച്ച രസകരമായ കഥ LSD കഥയായിരുന്നു. അക്കാലത്ത് ഹിപ്പികളും അതുപോലെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ചിലരും ബാബായിൽ ആകൃഷ്ടരായിരുന്നു. അതിന് പ്രധാന കാരണക്കാരൻ റിച്ചാർഡ് ആൽബർട്ട് ആയിരുന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ പേര് രാംദാസ് എന്ന് മാറ്റുകയുണ്ടായി. ഒരു ദിവസം ഒരു പാശ്ചാത്യൻ രഹസ്യമായി ഒരു ചെറിയ കുപ്പി പോക്കറ്റിൽ ഇടുന്നത് നീം കരോളി ബാബ ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹം ഹിപ്പിയോട് ആരാഞ്ഞു, കുപ്പിക്കുള്ളിൽ എന്താണ്? മരുന്ന് എന്നായിരുന്നു ഹിപ്പിയുടെ മറുപടി. എന്തു മരുന്നാണത്? ബാബാജി, അത് LSD ആണ്. അതെനിക്ക് തരൂ. പക്ഷേ ഇത് അപകടകാരിയായ മരുന്നാണ്. അതെനിക്ക് തരൂ, ബാബ നിർബന്ധിച്ചു. ഭയവും ആശങ്കയും കാരണം വിറച്ചുകൊണ്ട് കുപ്പി ബാബയ്ക്ക് കൈമാറി. ബാബ കുപ്പിയുടെ മൂടി മാറ്റിയിട്ട് 8-10 NSD ഗുളികകൾ ഒരുമിച്ച് വായ്ക്കകത്തിട്ട് വിഴുങ്ങി. ഇത്രയും ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ സംഭവിക്കാവുന്ന ഫലത്തെയോർത്ത് അവിടെ സന്ധിഹിതരായിരുന്ന എല്ലാ പാശ്ചാത്യരും അന്തം വിട്ട് ബാബയെ നിസ്സഹായരായി നോക്കി നിന്നു. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീം കരോളി ബാബയുടെ പെരുമാറ്റം അത്യന്തം വിചിത്രമായിരുന്നു. അദ്ദേഹം അലറുകയും നിലവിളിക്കുകയും നാക്ക് പുറത്തേക്കിട്ട് കൊണ്ട് കണ്ണുകൾ ചുഴട്ടുകയും ചെയ്തു. അദ്ദേഹം ശരീരത്തെ വട്ടത്തിൽ കറക്കാൻ തുടങ്ങി.
മയക്കുമരുന്നുകൾ പ്രവർത്തിക്കുകയാണെന്ന് ഹിപ്പികൾ തിരിച്ചു. ഇതിനും അപ്പുറം സംഭവിക്കുമെന്നാണ് അവർ കരുതിയത്. അതിനിടയിൽ ബാബാജിയുടെ വിചിത്രമായ പെരുമാറ്റം പെട്ടെന്ന് നിലച്ചു. അദ്ദേഹം സ്വസ്ഥത കൈവരിച്ചു. മുമ്പത്തെ പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രസാദാത്മകത കളിയാടി. ബാബ അത്യുച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. നോ LSD, സേ രാം നാം ജപിക്കൂ. അവിടെയുണ്ടായിരുന്ന പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ഭുതമാണ് അന്ന് സംഭവിച്ചത്. ആ അത്ഭുതമാകട്ടെ പദാർത്ഥത്തിനുമേൽ മനസ്സിൻ്റെ വിജയം ഉദ്ഘോഷിക്കുന്ന ഒരു പ്രകടനമായിരുന്നു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.